ഉണ്ടായ വിശദീകരണങ്ങൾ തരാൻ പറ്റാത്ത ഒരു അനുഭവത്തെ പറ്റിയാണ് ഞാൻ പറയാൻ പോകുന്നത്. അതെനിക്ക് ഇപ്പോഴും അതിന് എന്തുകൊണ്ടാണെന്ന് ഉത്തരം കിട്ടാത്ത ഒരു സംഭവം. ഒരിക്കൽ ഞാൻ വിദേശത്തായിരുന്നപ്പോൾ എൻ്റെ അടുത്തൊരു അമ്മ വന്നു. അവരുടെ മകൻ്റെ വിവാഹം നടക്കുന്നില്ല. മകനാണെങ്കിൽ എല്ലാ കാര്യങ്ങളും വിവാഹം കഴിക്കാനുള്ള ഒരു കാര്യം പോലും തടസ്സമായിട്ടില്ല. നല്ല വിദ്യാഭ്യാസമുണ്ട്, നല്ല ജോലിയുണ്ട്, അമ്മയ്ക്കും അച്ഛനും വെളിയിൽ ബിസിനസ്സുണ്ട്, എല്ലാം ഉണ്ട്. പക്ഷേ വിവാഹം ഒരു കാര്യമില്ലാതെ മുടങ്ങി പോവുകയാണ്. അപ്പോൾ അവരെന്നോട് ചോദിച്ചു, ഈ പല അസ്ട്രോളജർമാരെയും കണ്ടു, വിവാഹം ഉടനെ നടക്കുമെന്ന് പറഞ്ഞു. ആ സമയമൊക്കെ കഴിയാറായി, ഇതുവരെ വിവാഹം നടന്നിട്ടില്ല, എന്ത് പറ്റിയതായിരിക്കും? അപ്പോൾ ഞാനും ജാതകത്തിൽ നോക്കുമ്പോൾ ഇദ്ദേഹത്തിൻ്റെ വിവാഹം നടക്കാനുള്ള ഒരു 1.5 വർഷക്കാലം പിന്നിട്ടിരിക്കുന്നു. ഇനി ഒരു 6 മാസം മാത്രമേ ബാക്കിയുള്ളൂ വിവാഹം നടക്കാൻ ഏറ്റവും അനുകൂലമായിട്ടുള്ള സമയം. വിവാഹം എപ്പോൾ വേണമെങ്കിലും നടക്കാം, എങ്കിലും ജാതകപരമായിട്ട് ഏറ്റവും അനുകൂലമായിട്ടുള്ള ഒരു സമയം. എനിക്ക് വളരെ കൗതുകം തോന്നി, എന്തായിരിക്കും ഇത് നടക്കാതിരിക്കുന്നത്, ഇങ്ങനെ ഒരു സമയം കാണിക്കുന്നു പക്ഷെ വിവാഹം നടക്കുന്നില്ലല്ലോ. അപ്പം ഞാൻ വളരെ കൂലങ്കഷമായിട്ട് ഇതിനെപ്പറ്റി ഒന്ന് ചിന്തിക്കാമെന്ന് തീരുമാനിച്ചു. ജാതകത്തിലേക്ക് കുറച്ചുകൂടെ ഒന്ന് ഡെപ്തിലേക്ക് നോക്കിയപ്പോൾ ഞാൻ കണ്ട ഒരു കാര്യം എനിക്ക് അത്ഭുതമുള്ളതാക്കി. ഞാനിപ്പോൾ ഈ അമ്മയോട് ചോദിച്ചു, നിങ്ങൾക്ക് ഈ മകൻ്റെ മൂത്തതായിട്ടൊരു കുട്ടി ഉണ്ടായിരുന്നു, ആ കുട്ടി ഒരു 3 വയസ്സിനുള്ളിൽ മരണപ്പെട്ടു പോയിട്ടുണ്ടോ എന്ന് ചോദിച്ചു. അപ്പോൾ അവർ പറഞ്ഞു, ഓ അങ്ങനെ സംഭവിച്ചിട്ടുണ്ട്, എങ്ങനെ മനസ്സിലായി? അല്ല, ഞാൻ പറഞ്ഞു, മോൻ്റെ ജാതകത്തിൽ ഇത് കാണിക്കുന്നുണ്ട്, അങ്ങനെ ഒരു കുട്ടി ഉണ്ടായിരുന്നു, ആ കുട്ടി മരിച്ചുപോയി. വീണ്ടും എനിക്ക് ഇവരോട് പറഞ്ഞാൽ വിശ്വസിക്കുമോ എന്താണെന്നറിയില്ല, എങ്കിലും ഞാൻ അമ്മയോട് പറഞ്ഞു, ആ കുട്ടിയുടെ പുനർജന്മമാണ് ഇപ്പോഴുള്ള മകൻ, അത് നിങ്ങളൊന്ന് മനസ്സിലാക്കിയാൽ മാത്രം മതി, ഈ കുട്ടിയുടെ വിവാഹം നടക്കും. അതിൻ്റെ കാരണമാണ് എനിക്ക് അറിഞ്ഞുകൂടാത്തത്. അപ്പോൾ അവർ പറഞ്ഞു, വളരെ ശരിയാണ് പറഞ്ഞത്, കാരണം ഈ കുട്ടി ഒരു 2-2.5 വയസ്സൊക്കെ ഉള്ളത് സംസാരിക്കാൻ തുടങ്ങിയ സമയത്ത് പറയുമായിരുന്നു, ഈ ആൺകുട്ടിയുടെ പേര് കോമൾ എന്നാണ്, അപ്പം മരിച്ചുപോയ കുട്ടിയുടെ പേര് കമൽ എന്നാണ്. അപ്പോൾ ഈ കുട്ടി എപ്പോഴും പറയുമായിരുന്നു പോലും, ഞാൻ കോമളല്ല കമലാണ്, അതായത് മരിച്ച കുട്ടിയുടെ പേര് പറഞ്ഞിട്ട് ആ കുട്ടിയാണ് ഞാൻ എന്നെപ്പോഴും പറഞ്ഞുകൊണ്ട് നടക്കുമായിരുന്നു വെറുതെ. അങ്ങനെ ഒരു സംഭവം ഉണ്ടായിട്ടുണ്ട്. പിന്നീട് അതങ്ങ് മറന്നുപോയി, പേരൻസും മറന്നുപോയി, കുട്ടിയും വളരെ ചെറിയ കുട്ടിയല്ലേ, കുട്ടിയും മറന്നുപോയി. അപ്പം ഇതാണ് ആ കുട്ടിയുടെ റീബർത്ത് ആണെന്ന് മനസ്സിലാക്കി സന്തോഷമായിട്ട് പോയി. അതിനുശേഷം ഒരു 3 മാസത്തിനുള്ളിൽ അപ്പയ്യൻ്റെ വിവാഹം നടന്നു. എന്താണ് ആ സോള് ആഗ്രഹിക്കുന്നത് എന്നുള്ളത് എനിക്കിപ്പോഴും അതിശയമായിട്ട് തോന്നും. കാരണം ആ ജാതകത്തിൽ ഞാൻ കണ്ടത്, ഈ സോള് ഈ ആളിൻ്റെ ഉള്ളിലിരിക്കുന്ന ആ മനസ്സ് പറയുകയാണ്, എൻ്റെ അച്ഛനും അമ്മ എന്നെ ഒന്ന് തിരിച്ചറിയൂ, എൻ്റെ വിവാഹത്തിന് മുമ്പ് എന്നെ ഒന്ന് തിരിച്ചറിയൂ എന്ന് ആ സോള് ഇവരോട് ചോദിക്കുന്നത് പോലെയാണ് എനിക്ക് തോന്നിയത്. എന്തായാലും ഈ സംഭവം നടന്നതിന് ശേഷം 3 മാസത്തിനുള്ളിൽ ആ മകൻ്റെ വിവാഹം നടന്നു.